നമസ്തേ. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമദ്ഗുരോനാഥ ജനകായ നമോ നമ. ഉപാസന നോക്കൂ, പൂർണ്ണതയിൽ ബ്രഹ്മത്തിൽ വിലയം ചെയ്യാനുള്ള ജീവൻ്റെ യാത്ര. അതിൽ ഉപാസനയ്ക്കുള്ള പങ്ക് എന്താണ്? സാധാരണഗതിയിൽ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴാണ് ഉപാസനാദി വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാവുക? നമ്മൾ എപ്പോഴാണ് അതറിയാനായിട്ട് ശ്രമിക്കുക? നമ്മൾ വളരെ കാലമായിട്ട് വളരെ സാത്വികമായിട്ടാണ് ജീവിക്കണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാറില്ല. എന്നിട്ടും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങളോ അസ്വാരസ്യങ്ങളോ രോഗദുരിതങ്ങളോ ഒക്കെ സംഭവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ട് സംഭവിക്കണു എന്നറിയാൻ നമ്മൾ ആചാര്യന്മാരെയോ ജ്യോതിഷികളെയോ ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകളെയൊക്കെ പോയി കണ്ട് എന്താണ് എനിക്കിങ്ങനെ വന്നത് എന്ന പ്രശ്നം ഉന്നയിക്കും. ശരിയല്ലേ? അപ്പോൾ അവർ നമ്മളോട് പറയും, ഈ ജന്മത്തിലെ കർമ്മങ്ങളല്ല, പൂർവജന്മത്തിലെ കർമ്മങ്ങളാണ് ഇതിന് കാരണം എന്ന്. അതെന്താ അങ്ങനെ? നോക്കൂ, അജ്ഞാനാദേവ സംസാരോ ജ്ഞാനാദേവ വിമുച്യതേ ജ്ഞാനസ്വരൂപമേവാദോ ജ്ഞാനം ജ്ഞേയൈക സാധനം എന്നാണ്. അജ്ഞാനത്താൽ സംസാരവും ജ്ഞാനത്താൽ സംസാര വിമുക്തിയും സംഭവിക്കണം. ഇവിടെ ആദ്യമുണ്ടായത് എന്താണ്? അത് ജ്ഞാനമാണ്. ഈ ജ്ഞാനസ്വരൂപത്താലാണ് ജ്ഞേയം കൈവരണത്. ജ്ഞാതം യേന നിജം രൂപം കൈവല്യം പരമം പദം നിഷ്കലം നിർമ്മലം സാക്ഷാത് സച്ചിദാനന്ദരൂപകം. ഏതൊന്നിനാൽ ഏതൊരറിവിനാൽ സ്വസ്വരൂപജ്ഞാനം ലഭിക്കണുവോ അതുതന്നെയാണ് കൈവല്യം എന്ന പരമപദം. അതാണ് നിഷ്കല നിർമ്മലമായിരിക്കണ സച്ചിദാനന്ദ സ്വരൂപം. ഈ പൂർണ്ണതയിലേക്കുള്ള ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണത്തിൽ ജീവന് സംസ്കാരവിശേഷത്താൽ ഉണ്ടാകുന്ന സ്വഭാവാഭിരുചികൾ വാസനയായിട്ട് വരണം. ഇത് സ്വാഭാവികമായിട്ടും ജീവൻ്റെ കർമ്മഗതിയെ പ്രാപിക്കണം. ഈ സംസ്കാരവിശേഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? നോക്കൂ, മൂലപ്രകൃതിയുടെ സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. ത്രിഗുണാത്മികമാണത്. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ. ബ്രഹ്മത്തിൻ്റെ സ്വയം വ്യാപനാണല്ലോ പ്രപഞ്ചം. അപ്പോൾ നിർഗുണമായ പരബ്രഹ്മബോധം സഗുണമായി ജീവാത്മഭാവത്തെ കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊള്ളുവാൻ അത് ഒരു ശരീരത്തെ ആശ്രയിക്കണം. ആ ശരീരത്തിൻ്റെ അഥവാ ആ ശരീരമുള്ള വർഗത്തിൻ്റെ നമ്മുടെയൊക്കെ ജന്മവാസനകൾ ജീവാത്മാവിനെ മറയ്ക്കണം. വാസനകളും പ്രകൃതിയുടെ പ്രവർത്തനങ്ങളും ചേർന്ന് കോടിക്കണക്കിന് ചിന്തകളെയും കർമ്മങ്ങളെയും സൃഷ്ടിക്കണം. ഈ കർമ്മങ്ങളുടെ ഭ്രാന്തിയിൽ ജന്മങ്ങൾ കടന്നു പോണു. അങ്ങനെ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിലൂടെ ഈ മായാപ്രഭാവം തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ ജീവനെ ബന്ധിക്കുന്ന കർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് 3 അല്ലെങ്കിൽ 4 വിധത്തിലുണ്ട് എന്ന് പറയാം. അതേതൊക്കെയാണ്? സഞ്ചിത കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, ആഗാമി അഥവാ ആഗന്തുക കർമ്മങ്ങൾ.
പിന്നെ നാലാമതായിട്ട് ക്രിയാമാന കർമ്മങ്ങളെയും പറയാം. ഇവയെല്ലാം തന്നെ പരസ്പരം ബന്ധിതങ്ങളാണ്. എന്താ സഞ്ചിത കർമ്മങ്ങൾ? പൂർവജന്മങ്ങളിൽ നിന്ന് പരമ്പരയായി ആർജിച്ചതും എന്നാൽ എന്താണത് എന്ന് പൂർണ്ണമായിട്ട് അറിയാത്തതുമായ കർമ്മം സഞ്ചിത കർമ്മങ്ങളാണ്. പ്രാരബ്ധ കർമ്മം ഇപ്പോൾ ഈ ജീവിതകാലത്ത് നാം അനുഭവിക്കണ സഞ്ചിത കർമ്മങ്ങളിലെ അനുവദിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി ആഗാമി കർമ്മം, ആഗമിക്കാനിരിക്കണ കർമ്മങ്ങൾ അഥവാ ഇനി ഭാവിയിൽ വരും ജന്മങ്ങളിൽ നമ്മിൽ പ്രവർത്തനക്ഷമമാകുന്ന കർമ്മമാണ്. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ കർമ്മങ്ങൾ, ഇനി സൃഷ്ടിക്കപ്പെടുന്ന കർമ്മങ്ങൾ എല്ലാം ആഗന്തു കർമ്മങ്ങളായിട്ട് ഭവിക്കും. ഇനി നാലാമതായിട്ട് ക്രിയാമാന കർമ്മങ്ങളെ പറഞ്ഞുല്ലോ. അതെന്താ? ഇപ്പം ഈ വർത്തമാനകാല പ്രവർത്തനക്ഷമമായിട്ടുള്ള കർമ്മം. ഇതൊന്നുകൂടി വ്യക്തമാക്കിയാലോ? നമ്മളുടെ കർമ്മത്തിൻ്റെ ഉടനടിയുള്ള കർമ്മഫല സാധ്യം, അതാണ് ക്രിയാമാന കർമ്മം. അപ്പം നോക്കൂ, തത്വാധിഷ്ഠിതമായിട്ട് നോക്കിയാൽ പൂർവജന്മ പുനർജന്മ സാധ്യതകളെ വളർത്തണത് സഞ്ചിതാഗന്തുക പ്രാരബ്ധ സ്വരൂപേണയുള്ള കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങളെ ഒന്നുകൂടി നമ്മൾ മനനം ചെയ്യുകയാണെങ്കിൽ അകൃത സുഹൃതന്മാർക്ക് അസുലഭമായിരിക്കുന്നത് ഈ മനുഷ്യജന്മമാണ്. എന്ന മനുഷ്യജന്മത്തെ ദൈവഗത്യാ ലഭിച്ച സമയത്തെങ്കിൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരണ സമയത്തെങ്കിൽ ഈശ്വരനെ സേവിച്ച് പാപനിവൃത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം എന്ന ഗുരുവാക്യം. അതാണ് ഉപാസനയെക്കുറിച്ച് തന്നെ നമ്മൾ പറയണത്. ഇല്ലെങ്കിലോ ജനിമൃതീ ചക്രത്തിൽ പെട്ട് ജീവന് സകലവിധ അനർത്ഥങ്ങളും സംഭവിക്കുന്ന. അതെങ്ങനെ? നമ്മൾ കർമ്മത്തെ പറഞ്ഞൂലോ. ആ കർമ്മത്തിന് കാരണമാകുന്ന ശക്തി വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ദേവി ലളിതാപരമേശ്വരിയുടെ നാമങ്ങളാണ് ഇതൊക്കെ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി ഭഗവതിക്കുള്ള നാമങ്ങളാണ്. ഈ ശക്തി വിശേഷണങ്ങളൊക്കെ ഭഗവതിയുടെ തന്നെ സ്വരൂപമാണ്. മാത്രമല്ല ഈ പറയപ്പെട്ട 3 ശക്തികൾ ശരീരബോധമുള്ളിടത്തോളം കാലം വികസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജനന മരണ ജീവിതാദികളെല്ലാം കർമ്മത്തിനാധാരമായിട്ടാണ് നിലകൊള്ളണത്. ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിൽ കൂടെ വളർന്ന് ജ്ഞാനത്തിൽ അടങ്ങലാണ് കർമ്മത്തിൻ്റെ സ്വഭാവം. ഇവിടെ ഇച്ഛയിൽ നിന്നാരംഭിച്ച് ക്രിയയിൽ എത്തിയിട്ടില്ലാത്ത വാസനകളെയാണ് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ക്രിയയിൽ നിന്ന് കർമ്മസ്വരൂപേണയും അനുഭവസ്വരൂപേണയും വികസിച്ചുകൊണ്ടിരിക്കുന്ന വാസനകളെയാണ് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജ്ഞാനത്തിൽ അടങ്ങാണ്ട് വീണ്ടും ഇച്ഛാസ്വരൂപങ്ങളായി വികസിക്കുന്നവയും പുതിയതായിട്ട് ഇച്ഛയിൽ നിന്നു പുറപ്പെടുന്നതുമായ കർമ്മങ്ങൾ ആഗന്തു കർമ്മങ്ങൾ. ഇങ്ങനെ സഞ്ചിതാഗന്തുക പ്രാരബ്ധ സ്വരൂപങ്ങളായ കർമ്മവിശേഷങ്ങളാണ് ജീവനെ നാനാ യോനികളിലേക്കും നാനാ ലോകങ്ങളിലേക്കും നാനാ അനുഭവങ്ങളിലേക്കും മാറ്റി മാറ്റി കൊണ്ടുപോണത്. സഞ്ചിതം പ്രാരബ്ധമായിട്ടും പ്രാരബ്ധം ഭുക്തിയായിട്ടും ആഗന്തുകം സഞ്ചിതായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവസാനമില്ലാത്ത കർമ്മചക്ര ഭ്രമണത്തിൽ കുടുങ്ങിപ്പോയ ജീവൻ അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാണ്ട് അവിടെ പല വിധത്തിലുള്ള
കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും അനുഭവിച്ച് അപ്പപ്പോൾ കിട്ടണ കർമ്മഫലത്തിനനുസരിച്ച് സുഖിയായിട്ടും ദുഃഖിയായിട്ടും ജാതനും മൃതനുമൊക്കെയായി അങ്ങനെ ജനിമൃതി ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചക്രത്തിലുള്ള ഒരു സുഹൃതജന്മത്തിലാണ് നമ്മൾ പ്രാരബ്ധം സഹിക്കവയ്യാതെ കണ്ട് എന്താ എനിക്കിങ്ങനെ വന്നത് എന്ന് ചിന്തിക്കണത്. അപ്പം നോക്കൂ, നമ്മൾക്ക് പൂർവോപാസന ഉണ്ടായിട്ടുണ്ട്, അതുറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനിയായിട്ടുള്ള ഒരാളോട്, ഒരു ഗുരുനാഥനോട്, എന്താ ഞാനിങ്ങനെ ഇപ്പോൾ വിഷമിക്കാനുണ്ടായത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കണത്. അപ്പോൾ പൂർവോപാസന ഉണ്ടായിട്ടും എന്താണ് ജീവിത പ്രാരബ്ധം വന്ന് ഭവിക്കാനിടയായത് എന്നായിരിക്കും നമ്മളുടെ മനസ്സിലുണ്ടാവണ അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരവുമായിട്ട് അടുത്ത ഖണ്ഡത്തിൽ നമ്മൾക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഭാഷണം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗാത്. നമസ്തേ.